അല്ലല്ലേ പോകാൻ പറ്റേ? അതൊക്കെ സ്ക്രീൻ. ഞാൻ നിന്നെ ഒന്ന് വന്ന് തൊട്ടപ്പോ നീ എന്നാ പറഞ്ഞ എന്നെ വെച്ച് തുടർന്നല്ലേ? ഞാൻ അവിടെ തൊട്ടപ്പോ പറയാ തുടർന്ന അങ്ങനെ. ആ സീരിയസ് തന്നെ. ഞാനിപ്പോ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. എനിക്ക് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് ഒരെണ്ണം ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഈ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത്. പ്രസ് ചെയ്താൽ മതി കാരണം അതൊരു ടൈമിങ് അവിടെ ഉണ്ട്. ഞാൻ വിഷയത്തിൽ ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. സന്തോഷം, താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. നമസ്കാരം. ഒരുപാട് കൈയടിച്ചു വന്നില്ല. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇപ്പോഴും എവിടെ ചെന്നാലും എന്നെ പറയുമ്പോൾ കട്ടപ്പനയിലെ ഋതിക് എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും എല്ലാവരും പറയാറുണ്ട് കട്ടപ്പനയൊക്കെ പോലത്തെ ഒരു പടമാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച് അതേ ടീമിൽ നാദിഷ്കയുടെ കൂടെ വീണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ് മാജിക് മഷ്റൂംസ്. അതേ വൈബുള്ളൊരു സിനിമയാണ്. അതുപോലെ തന്നെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ തുടങ്ങി കാണുന്ന സിനിമയോട് ഏറ്റവും പാഷനേറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ പ്രൊഡ്യൂസറാണ് അഷ്റഫക്ക ആർട്ടിൽ ബോയ് ആയിട്ട് തുടങ്ങിയ ആളാണ്. അഷ്റഫക്ക അന്ന് ആദ്യമായിട്ട് ബാവക്കയുടെ കൂടെ അസിസ്റ്റ് ചെയ്തതാണ്. ആ ബാവക്കയായിരുന്നു ഇതിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഈ സിനിമയോടുള്ള പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ട് ശരിക്കും ആക്ച്വലി 2-3 കൊല്ലമായി അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓണാവാതെ ഇങ്ങനെ നീണ്ടു പോരും. പക്ഷെ കേട്ട അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ്. പക്ഷെ ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ആക്കാൻ പറ്റാതിരിക്കുമ്പോൾ പല വഴി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഏറ്റവും ലക്കി ചാമായ നാദിർഷിക്കയുടെ അടുത്ത് എത്തിയപ്പോഴാണ് അത് ഓണായത്. അപ്പോൾ കയ്യടിക്ക്. അപ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഒരുപാട് പേർക്ക് ജീവിതം ആണ് ഈ സിനിമ. ഇത് നന്നാവണം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും. എൻ്റെ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയുമായിട്ട് ചെന്നപ്പോൾ വിഷ്ണു വിപിനും സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്ന ആൻ്റണി ചേട്ടൻ അവിടെ ഒരു മണ്ടോ. താങ്ക് യു കേട്ടോ ആൻ്റണി ചേട്ടൻ ഉണ്ട്. പിന്നെ ഈ സിനിമ പല താരങ്ങളുടെ അടുത്തും കഥ പറഞ്ഞപ്പോൾ പലരും നിരസിച്ചു. അമർ അക്ബർ ആന്റണിയുടെ കഥ പറഞ്ഞപ്പോൾ ചിലർ കേട്ടു, ചിലർ നിരസിച്ചു. അങ്ങനെ ആ സമയത്ത് ഇത് ഞാൻ ചെയ്യാം ഇക്ക എന്ന് ആദ്യം പറഞ്ഞ് ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കിക്ക നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജയസൂര്യ വന്നതിന് ശേഷമാണ് അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ഒക്കെ വരുന്ന. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു ജീവനുള്ള ഒരു പട്ടിയാണ് പോയത്. അതിൻ്റെ പേര് ലൈക്ക എന്നാണ്. ലൈക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ BBC-യുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, ലൈക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെക്കുറിച്ച്. അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അപൂർവമായ വളർച്ചയാണ്. അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ലോകത്തെ എല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലെ ആൾക്കാരോട് ഈ ലൈക്ക ചന്ദ്രനിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കിവിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രന് പോയി തിരിച്ചു വരാമെന്നാണ് മലയാളി പറഞ്ഞത്. എന്നെ നാദിർഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ നാദിർഷ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എന്താ പറയുക, അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുക. ഇപ്പോൾ 720 എപ്പിസോഡ് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും
ഞാൻ നിങ്ങളുടെ ശാന്തിമൂല ദിനേശ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വിറച്ചോണ്ടേ ഇരിക്കും, ഇതെങ്ങനെയെങ്കിലും മണ്ടാരം തീർന്നാൽ മതി. അത്രയും പേടിയുള്ള ആളാണ്. പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും നാദിർഷയുടെ വഴക്ക് കേൾക്കാതെ, സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു. ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ്, അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല. പക്ഷെ അത് എവിടെയൊക്കെയോ കയറിക്കൊണ്ടു. എനിക്ക് നാദൃശ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. 7 പടം പൊളിഞ്ഞു പോയിട്ട് 8ാമതൊരു പടം നാദൃശ്യ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നു. രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു. ഞാനൊരു കാരവാൻ വിരോധിയാണ്, പക്ഷെ എന്നെ കൊണ്ടൊന്ന് കാരവാനിലായിരുന്നു. ഞാൻ അവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചു. എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാസംവിധായകൻ ഷിജി പട്ടണമായിരുന്നു. ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് 10 ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കുകയാണ്. എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം, എങ്ങനെ ആളുകളുടെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെയും പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എന്നോട് നാദിർഷ പെരുമാറിയ രീതി, നാദിർഷ ഒരു സകലകല വല്ലഭന്. ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ നാദിർഷ എന്നോട് കാണിച്ചത്, ഞാനൊരു 1000 പേരില്ല പോട്ടെ, ഒരു 100 പേരോട് എന്തായാലും പറഞ്ഞു നാദിർഷ എന്നോട് കാണിച്ച ബഹുമാനം. പിന്നെ നാദിർഷയെ എനിക്ക് വലിയ വിശ്വാസവും അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാട്ടിൽ മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദിർഷ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ, ചതിക്കാതെ, സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലൻ്റെ റോളിൽ നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുമെന്ന് ശപഥമെടുത്ത നാദിർഷ. അറിയാതെ പോയി പെട്ട് ഞാൻ അഭിനയിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല. കാരണം തട്ടുദോശ തിന്നുന്ന 10 രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ. ഈ കപ്പലിൻ്റെ ഉപ്പിട്ട് വറക്കുന്ന കപ്പലിൻ്റെ റോഡി വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാൻ ഭാര്യയും കൂടെ നടക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല, ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. എനിക്ക് സന്തോഷമുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബേസിൽ നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ, ബേസിലും ടൊവിനോയും വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന പടത്തിൽ ഈ ബേസിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ നാദിർഷയുടെ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സുഹൃതമടക്കം, പുറപ്പാടടക്കം, എഴുന്നള്ളത്ത് അടക്കം, സ്വയംവര പന്തലടക്കം ഞാൻ അഭിനയിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിൾ ചവിട്ടുക, ഇന്നസെൻ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക, അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ നാദിർഷ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ്. ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുകയാണ്. എന്തായാലും ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ദൈവങ്ങളോട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. കാരണം ദൈവങ്ങൾക്ക് കണ്ണും കാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഈ കേരളത്തിൽ നടക്കില്ല. എന്നാലും ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പറയുന്നു, ഈ സിനിമ ഒരു വലിയ വിജയമാക്കി നമ്മുടെ നിർമ്മാതാവിനും നാദിർഷയ്ക്കും വലിയ പേരുണ്ടാക്കി കൊടുക്കട്ടെ. ഒരു പുതിയ കുട്ടിയാണ് നായിക, എല്ലാം. പിന്നെ വിഷ്ണുവാണ്. വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കരുണാകരൻ, കേരള രാഷ്ട്രീയത്തിൽ 40 വർഷം കരുണാകരൻ എന്ത് കേരളത്തിന് നൽകി, എന്ത് കരുണാകരന് കേരളം നൽകി എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം ആയി വന്നതാണ്. അതിൽ രാജൻ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ വേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മനസ്സിൽ കരുതിയാണ്. പ്രോജക്റ്റ് നടന്നില്ല. എനിക്ക് വിഷ്ണുവിന് എന്തോ ഒരു ഇഷ്ടമാണ്. ഈ കട്ടപ്പന കണ്ടത് മുതലേ നമ്മൾ ഈ ദിലീപിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യനെ പോലെ, അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലെ വിഷ്ണുവിനെ എനിക്കിഷ്ടമാണ്. വലിയ വിജയമാകട്ടെ. ഈ സന്ധ്യയ്ക്ക് ഒരു ഗസ്റ്റ് വേഷം ചെയ്ത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരാൻ ക്ഷണിച്ച വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അല്ല, അവനപ്പുറേക്കല്ലേ, ഞാൻ നിന്നെ എന്ന് വന്ന് തൊട്ടപ്പോ നീ എന്നാ പറഞ്ഞ എന്നെ വെച്ച് തുടർന്നല്ലേ? ഞാൻ അവിടെ തൊട്ടപ്പോ പറയാ തുടർന്ന അങ്ങനെ. ആ സീരിയസ് തന്നെ അടുക്കരിക്കാൻ എനിക്ക് അവളെ കാണില്ല. അതിന് നീ പറയണ ശരിയല്ല. പടം കാണുമ്പോ അറിയാം ഒരു യുദ്ധമൊക്കെ ഉണ്ട്. അഷ്റഫ് ഖായെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊജക്റ്റ് ഒരു ഗംഭീര പ്രൊജക്റ്റായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഒരുപാട് സിനിമകൾ ചെയ്തു, പക്ഷേ ഒരു അല്ലലുമില്ലാതെ, യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ ഈ സിനിമ അദ്ദേഹം വളരെ അതിഗംഭീരമായി തീർത്തു. താങ്ക് യു.
അതുപോലെ ഇതിൻ്റെ DOP, ഇതിൻ്റെ എൻ്റെ ടീം, നായിക അക്ഷയ, ഒരുപാട് പേരുടെ പേര് പറയാണ്ട് നല്ലൊരു ഗംഭീര സിനിമയായി മാറട്ടെ. താങ്ക് യു. ഇനി ബാക്കി ഞാൻ ഇതാദ്യം ഒന്ന് പാടി തോൽപ്പിച്ചാലോ? പാടിത്തോപ്പിക്കാനല്ലേ ഞാൻ ഇത് പറഞ്ഞ് തീർക്കട്ടെ. അത്രപ്പിളാക്കിലും ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അയാളുടെ ഒരു 6-7 പടം അദ്ദേഹം എടുത്തിട്ടുണ്ട്. എല്ലാ പടത്തിലും എന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാ പടത്തിലും ഞാനുണ്ട്. ഏതാണ്ട് ഒരു പടത്തിലും കണ്ടില്ലെന്ന് തോന്നുന്നു. നാശകയുടെ പടം പോലെ ഒരു പടത്തിലില്ലെന്നാണ്. ആ പടം ഹിറ്റാ. കണ്ടോ? പിന്നെ സ്വീറ്റ് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ പരിചയമുള്ള അപ്പം ഞങ്ങൾ തിരുവനന്തപുരം വെച്ച് തൊട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം വേറെ ഒരു ഭാഗ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുക. ഇത് ഒരു തമാശ പടമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സീരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ട് തമാശയിലൂടെ തന്നെ. അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ വിഷ്ണു ആണ് ഇതിൻ്റെ നായകൻ. വിഷ്ണു നമുക്ക് പരിചയപ്പെടുത്തുന്നത്, വിഷ്ണു ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്. വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ആരെങ്കിലും ഞാൻ വിട്ടുവിട്ട് ക്ഷമിക്കാം. അത് ഇനി ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്ന് അതിനെക്കുറിച്ച് പറയും. ഹീറോയിൻ ഇതൊക്കെ വളരെ എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ആദർശോട് ആദ്യം അവരിങ്ങനെ കേശു എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. അതിലും ഒരു രസമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് വളരെ ഹ്യൂമറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടും സംസാരിക്കാം. എന്തായാലും ഈ ലോഗോ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് പിലാക്കൽ. അധികം ആളും അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഒരുപാട് 5-8 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് 8ാമത്തെ പടമാണ്. ഇതുപോലത്തെ ഒരു വലിയൊരു ടീമിൽ വന്ന് എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് അഷ്റഫൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രാമത്തെ ചിത്രമാണ്? 8ാമത്തെ ചിത്രം. അഭിനയിക്കുന്ന 72. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ, ഒരു അടിപൊളി കൈയടി കൊടുക്കണം. 72 ചിത്രങ്ങളില് മുഖം കാണിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. 35 വർഷമായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ചെറുതും വലുതായിട്ട് എല്ലാ മേഖലയിലും സിനിമയുടെ ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറ അസിസ്റ്റന്റ്. സിനിമയോട് വലിയ ഇഷ്ടം കൊണ്ട് ഒരുപാട് വർഷമായിട്ട് ഇതിന്റെ പുറകിലുണ്ട്. അടിപൊളിയാ, ട്രൂ സിനിമ ലവർ. ഇത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുന്നു വിചാരിച്ചില്ല. ഇവരെല്ലാവരും സംസാരിച്ചിട്ടായിരിക്കും വിചാരിച്ചത്. കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. എനിക്ക് ഓൾറെഡി സ്റ്റേജിൽ മ്യൂസിക്കും സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ എനിക്ക് എനർജി ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ അങ്ങനെ അത്രയും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു പടത്തിൽ തന്നെ ഇത്രയും സ്റ്റേജ് പെർഫോമൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ബൃന്ദ മാസ്റ്ററിൻ്റെ കൊറിയോയിൽ, നാദർശിക്കയുടെ മ്യൂസിക്കിൽ, ചിത്ര മാം ആൻഡ് റിമി ചേച്ചി ചെയ്ത സോങ്ങിൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു.